ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജസി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഈ ഒരു ഭാഗത്ത് നിന്നും PSC ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്? 1ഉം 4ഉമാണ് അല്ലെ? ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ്. അതായത് പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പോൾ പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിനും അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോളുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഗ്രന്ഥികളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെ ഹോർമോൺസ് ആണ് പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിൽ കാണപ്പെടുന്ന ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ നിർമ്മിക്കുന്നത് എന്ന കാര്യവും ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇനി തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോക്സിനും കാൽസിട്ടോണിനുമാണ്. ഏതൊക്കെയാണ്? തൈറോക്സിനും കാൽസിട്ടോണിനുമാണ്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഏത് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പാരാതെർമോൺ ആണ്. ഏതാണ്? പാരാതെർമോൺ ആണ്. അടുത്തത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിൻ ആണ്. ഏതാണ്? തൈമോസിൻ ആണ്. നമുക്കറിയാം തൈമസ് ഗ്രന്ഥിയാണ് യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അല്ലെ? ആ യുവത്വ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോസിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ തൈമസ് ഗ്രന്ഥി യുവത്വ ഗ്രന്ഥി എന്ന പേരിലും തൈമോസിൻ യുവത്വ ഹോർമോൺ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ബീറ്റ കോശങ്ങളാണ്. ഈ ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ നിർമ്മിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതെർമോൺ എന്ന് പറയുന്നത്. ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിനുമാണ്. അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെ? കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. ഏതൊക്കെയാണ്? കോർട്ടിസോളും അൾഡോസ്റ്റിറോണും ലൈംഗിക ഹോർമോണുകളുമാണ്. ഇതിൽ സ്ത്രീകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോൺ ആണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. പുരുഷന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോൺ ഏതാണ്? ആൻഡ്രോജൻ ആണ് കേട്ടോ. ആൻഡ്രോജൻ ആണ്. ഇനി അഡ്രിനൽ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ്. ഈ അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമാണ് കേട്ടോ അഡ്രിനൽ കോർട്ടെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമാണ് അഡ്രിനൽ മെഡുല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഗ്രലിൻ, ഗാസ്ട്രിൻ, സെക്രീറ്റിൻ. ഏതൊക്കെയാണ്? ഗ്രലിൻ, ഗാസ്ട്രിൻ, സെക്രീറ്റിൻ. ഇനി പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? മെലാറ്റോണിനും സെറാട്ടോണിനുമാണ്. ഏതൊക്കെയാണ്? മെലാറ്റോണിനും സെറാട്ടോണിനുമാണ്. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായിട്ടുള്ള അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇനി അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ അഡ്രിനൽ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും എന്ന് പറയുന്നത് കേട്ടോ. ഈ അഡ്രിനാലിനാണ് അടിയന്തര ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നോർ അഡ്രിനാലിൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സർജിക്കൽ ഹോർമോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഗ്രലിൻ, ഗാസ്ട്രിൻ, സെക്രീറ്റിൻ എന്ന് പറയുന്നത്. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? മെലാറ്റോണിനും സെറാട്ടോണിനുമാണ്. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ,
വളർച്ചാ ഹോർമോൺ, അതായത് സൊമാറ്റോട്രോപിക് ഹോർമോൺ ആണ് വളർച്ചാ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ, ഏതാണ് പ്രൊലാക്റ്റിൻ. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. ഈ എല്ലാ ഹോർമോൺസും കൂടി നമ്മൾ ട്രോപ്പിക് ഹോർമോൺസ് എന്ന പേരിലാണ് പറയാറുള്ളത്. എന്നാലും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപിക് ഹോർമോൺ, പ്രൊലാക്റ്റിൻ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ്. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ്. ഇനി അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജനും പ്രോജസ്റ്റിറോണും. ഏതൊക്കെയാണ്? ഈസ്ട്രജനും പ്രോജസ്റ്റിറോണുമാണ്. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അപ്പോൾ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജനും പ്രോജസ്റ്റിറോണും. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. എല്ലാ ഗ്രന്ഥികളുടെയും ഹോർമോണുകൾ പഠിച്ചു വെക്കുക. സാധിക്കുമെങ്കിൽ നിങ്ങൾ അതിന്റെ ഫംഗ്ഷൻസും കൂടി ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അതും ഇപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ ഫംഗ്ഷൻസും കൃത്യമായി പഠിക്കുക. ഏതൊക്കെ ഗ്രന്ഥിയാണ് ഓരോ ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന കാര്യവും പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.